الحمد لله الحمد لله الذي خلق السماوات والأرض وجعل الظلمات والنور نحمد الله ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله الذي بلغ الرسالة وأدى الأمانة ونصح على هذه الأمة وجاهد في الله حق جهاده حتى أتانا اليقين اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أيها الإخوان والأخوات أوصيكم ونفسي أولا بتقوى الله إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب سبحانك اللهم لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإذا حييتم بتحية فحيوا بأحسن منها أو ردوها إن الله كان على كل شيء حسيبا صدق الله العلي العظيم ബഹുമാന്യരായ സഹോദരി സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ, ആജ്ഞാനിബന്ധങ്ങൾ ജീവിത ഇടപാടുകളിലുടനീളം പാലിച്ചുകൊണ്ട് തഖ്വയുടെ അടിത്തറയിൽ ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ അവസാന ശ്വാസം വരെയും പടച്ചവനുള്ള അനുസരണത്തിൽ നിലനിന്നു പോകാൻ അതീവ ജാഗ്രതയോടുകൂടി പരിശ്രമിക്കണമെന്നും എന്നെയും നിങ്ങളേവരെയും ഓർമ്മിപ്പിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റഹ്മാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ചവന്റെ ഇഷ്ടങ്ങൾക്ക് പ്രഥമ പരിഗണന നൽകുന്ന അവന്റെ പ്രിയപ്പെട്ട അനുയായികളിൽ, അള്ളാഹുവിന്റെ അടിയാറുകളിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തുകയും നാളെ അള്ളാഹു മുത്തഖീങ്ങൾക്ക് സജ്ജമാക്കി വെച്ചിട്ടുള്ള പടച്ചവന്റെ സ്വർഗം അനന്തരമെടുക്കാൻ അള്ളാഹു നമുക്കൊക്കെ അവസരം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ഇസ്ലാമിക സമൂഹത്തിലെ അംഗങ്ങളെന്ന നിലക്ക് സ്വന്തമായി ഒരാദർശവും അതുപോലെ തന്നെ സംസ്കാരവും ഒക്കെയുള്ള ഒരു ദീനിലാണ് ഞാനും നിങ്ങളുമൊക്കെ ജനിച്ചും വളർന്നും ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. പടച്ച റബ്ബ് നമുക്ക് നിശ്ചയിച്ചു തന്നിട്ടുള്ള അവന്റെ ദീനി കൽപ്പനകളും നിർദ്ദേശങ്ങളും ഒക്കെ അതിൻ്റെ ഗൗരവത്തോടും പ്രാധാന്യത്തോടും കൂടി മനസ്സിലാക്കുകയും അത് നമ്മുടെ ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കുകയും ചെയ്യുമ്പോഴാണ് ഇസ്ലാമിൻ്റെ നന്മകൾ നമുക്ക് ഈ ഐഹിക ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിക്കുന്നതും പരലോകത്ത് അള്ളാഹുവിന്റെ സ്വർഗം നേടിയെടുക്കാൻ നമ്മെ പ്രാപ്തമാക്കുന്നതും. ഉദ്ദേശപൂർണമായ കർമ്മങ്ങളിലൂടെ ജീവിതം മുഴുവനും അള്ളാഹുവിനുള്ള ഇബാദത്താക്കി മാറ്റാൻ കഴിയുന്നവരാണ് സത്യവിശ്വാസികൾ. ഉദ്ദേശപൂർണമായ കർമ്മങ്ങളിലൂടെ നമ്മുടെ ജീവിതം മുഴുവനും പടച്ചവനുള്ള ഇബാദത്താക്കി മാറ്റാനുള്ള അവസരമാണ് അള്ളാഹുവിന്റെ ദീൻ നമുക്ക് നൽകിയിരിക്കുന്നത്.
നിസ്സാരമെന്ന് നമ്മൾ കരുതുന്ന കാര്യങ്ങൾ പോലും ദീനുൽ ഇസ്ലാം വലിയ പ്രാധാന്യത്തോടു കൂടി പരിഗണിക്കുകയും വലിയ പ്രതിഫലം നിശ്ചയിക്കുകയും ചെയ്തതായി നമുക്ക് കാണുവാൻ സാധിക്കും. അതിൽ ഒരു ഉദാഹരണത്തെ കുറിച്ച് മാത്രമാണ് ഇന്ന് സഹോദരങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. നമ്മളൊക്കെ നിത്യജീവിതത്തിൽ നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന നിസ്സാരമെന്ന് നമ്മൾ കരുതുന്ന കാര്യങ്ങൾ വരെ വലിയ ലക്ഷ്യത്തോടു കൂടിയാണ് ദീൻ അതിൻ്റെ സംസ്കാരത്തിന്റെ ഭാഗമായി നിശ്ചയിച്ചിരിക്കുന്നത്. നമുക്കറിയാം, നമ്മൾ നിത്യജീവിതത്തിൽ പലരുമായും കണ്ടുമുട്ടുകയും പലരുമായും ഇടപഴകുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ സലാം പറയാറുണ്ട്. സലാം നമ്മോട് ഇങ്ങോട്ട് പറയുന്നവർക്ക് നമ്മൾ സലാം മടക്കാറുണ്ട്. പക്ഷെ അതിലൂടെയൊക്കെ ദീൻ ഉദ്ദേശിച്ച നന്മകൾ, ദീൻ ഉദ്ദേശിച്ച സൽഫലങ്ങൾ നമ്മിലും സമൂഹത്തിലും ഉണ്ടായിത്തീരുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ പലപ്പോഴും അത് നമുക്ക് വേണ്ട അളവിൽ കാണാൻ കഴിയുന്നില്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഒരു സമ്പ്രദായം എന്ന നിലയ്ക്ക് അറിയാതെ നാവിൽ നിന്നും വന്നു പോകുന്ന ഒരു കേവലം ഒരു വാക്കായി ഈ സലാം മാറിയത് കൊണ്ട്, അതല്ലെങ്കിൽ ഇസ്ലാമിന്റെ ഈ സലാമിന്റെ പ്രാധാന്യമോ അതിന്റെ ചൈതന്യമോ മനസ്സിലാക്കാത്തത് കൊണ്ട്, പടച്ച റബ്ബ് നിശ്ചയിച്ച ഈ അഭിവാദന വാക്യം എന്ത് ഉദ്ദേശം കൊണ്ടാണ്, എന്ത് ഉദ്ദേശത്തിനാണ് അള്ളാഹു നിശ്ചയിച്ചത് എന്ന് അറിയാത്തത് കൊണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സലാം വ്യാപിപ്പിക്കണമെന്ന് നമ്മോട് ആവശ്യപ്പെട്ടത് എന്തിനാണെന്ന് മനസ്സിലാക്കാത്തത് കൊണ്ട്, അതിന്റെ നന്മകൾ, അതിന്റെ സൽഫലങ്ങൾ പലപ്പോഴും നമുക്ക് അനുഭവിക്കാൻ കഴിയാതെ പോവുകയാണ്. ഈ സലാം എന്ന് പറയുന്ന ഇസ്ലാമിന്റെ ഈ അഭിവാദ്യ വാക്യം, അതിന് ഇസ്ലാമിലുള്ള സ്ഥാനവും പ്രാധാന്യവും ഒക്കെ നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ, ഒരു പതിവ് പല്ലവിയുടെ വിരസമായ ആവർത്തനം എന്നതിലുപരി മനസാന്നിധ്യത്തോടു കൂടി അത് നിർവഹിക്കുവാനും അതുവഴി അത് നമ്മുടെ ഒരു ദിവസത്തെ ജീവിതത്തിൽ തന്നെ ഒരുപാട് പ്രതിഫലം ലഭിക്കുന്ന പുണ്യകരമായ ഇബാദത്താക്കി തീർക്കുവാനും നമുക്ക് സാധിക്കുന്നതാണ്. മനുഷ്യൻ പരസ്പരം കണ്ടുമുട്ടുമ്പോൾ സ്നേഹം പ്രകടിപ്പിക്കുവാനും സന്തോഷം പങ്കുവെക്കാനും ഒക്കെ അഭിവാദ്യം ചെയ്യലും പ്രത്യഭിവാദ്യം ചെയ്യലും ഒക്കെ ഏതാണ്ട് പല സമൂഹങ്ങളിലും നമുക്ക് പല വിധത്തിൽ കാണാൻ കഴിയാറുണ്ട്. ഓരോ സമൂഹവും അവരുടെ ആദർശത്തിന്റെയോ മതത്തിന്റെയോ സംസ്കാരത്തിന്റെയോ ഒക്കെ ഭാഗമായിട്ടാണ് ഈ അഭിവാദന വാക്യങ്ങളും ആശംസാ വചനങ്ങളും ഒക്കെ ഉപയോഗിച്ച് വരാറുള്ളത്. നമുക്കറിയാം, പാശ്ചാത്യ രാജ്യങ്ങൾ അവരുടെ അധിനിവേശത്തോടൊപ്പം അവരുടെ സംസ്കാരം കൂടി പൗരസ്ത്യരിൽ വേരുറപ്പിക്കാൻ ശ്രമിച്ചതിന്റെ ഫലമായി പൗരസ്ത്യരിൽ പലരും പടിഞ്ഞാറിന്റെ അഭിവാദന രീതി സ്വീകരിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെയാണ് ഗുഡ് മോർണിംഗും ഗുഡ് നൈറ്റും ഗുഡ് ഈവനിങ്ങും പോലുള്ളതൊക്കെ നമ്മുടേതുപോലുള്ള സമൂഹത്തിൽ പോലും സർവ്വസാധാരണമായി തീർന്നത്. പാശ്ചാത്യ സംസ്കാരത്തിന്റെ അധിനിവേശത്തിന്റെ ഫലമായി അറബ് രാജ്യങ്ങളിലും അനർബ് രാജ്യങ്ങളിലും ഒക്കെ ഈ ഒരു അഭിവാദന രീതി വളരെ സാർവത്രികമായി ഉപയോഗിച്ചു വരുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഞാൻ അതിന്റെ ഗുണദോഷങ്ങളെ കുറിച്ചല്ല പറയുന്നത്. ദിവസത്തെ ഇങ്ങനെ സമയബന്ധിതമാക്കി ഭാഗിച്ചുകൊണ്ടുള്ള ആ അഭിവാദന രീതിയുടെ അസാംഗത്യത്തെ കുറിച്ച് ചർച്ച ചെയ്യുകയല്ല ചെയ്യുന്നത്. മറിച്ച് സത്യവിശ്വാസികൾ എന്ന നിലയ്ക്ക് നമ്മൾ കടന്നു പോകുന്ന എല്ലാ വിഷയങ്ങളിലും എന്ന പോലെ ഈ അഭിവാദന രീതിയുടെ കാര്യത്തിലും പടച്ചവന്റെയും പ്രവാചകന്റെയും നിർദ്ദേശങ്ങളെ നമുക്ക് പരിഗണിക്കാൻ കഴിയേണ്ടതുണ്ട്. മറ്റെല്ലാ അഭിവാദന വാക്കുകളിൽ നിന്നും വ്യത്യസ്തമായി ഒരുപാട് അർത്ഥഗർഭമായ ആശയസമ്പുഷ്ടമായ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകൾക്ക് വേണ്ടി നിശ്ചയിച്ചു കൊടുത്തിട്ടുള്ള ഈ സലാമിനെ കുറിച്ച് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിക്കഴിഞ്ഞാൽ, അത് മനുഷ്യ സമൂഹത്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച അഭിവാദന രീതിയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. മനുഷ്യ സമൂഹത്തിന് അവരുടെ സൃഷ്ടാവ് നിശ്ചയിച്ചു കൊടുത്ത അഭിവാദന രീതിയാണെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. പരിശുദ്ധ ഖുർആനിൽ 42 തവണയാണ് സലാം എന്ന പദം ആവർത്തിച്ചിട്ടുള്ളത്. രക്ഷ, സമാധാനം, ശാന്തി എന്നൊക്കെ ആണ് സലാം എന്ന വാക്കിന്റെ അർത്ഥം. പടച്ചറബിന്റെ അസ്മാഉൽ ഹുസ്ന, അള്ളാഹുവിന്റെ വിശിഷ്ട നാമങ്ങളിൽ ഒന്നായി അള്ളാഹു തന്നെ സ്വയം തെരഞ്ഞെടുത്താണ് സലാം. പടച്ചവന്റെ ഒരു നാമങ്ങളിൽ പെട്ടതാണ്. സ്വർഗത്തെ കുറിച്ച് പറയുന്നിടത്ത് ദാറുസ്സലാം എന്നൊരു പ്രയോഗം ഖുർആനിൽ കാണാൻ സാധിക്കും. അല്ലാഹു യദഉ ഇലാ ദാരിസ്സലാം. ദാറുസ്സലാം സ്വർഗത്തെ കുറിച്ച് ഖുർആൻ പ്രയോഗിക്കുന്നത് അങ്ങനെയാണ്. ഇസ്ലാമിക സംസ്കാരത്തിന്റെ ഒരു സുപ്രധാനമായ ചിഹ്നം അതാണ് സലാം എന്ന് പറയുന്നത്. ഇസ്ലാമിക സംസ്കാരത്തിന്റെ ഒരു സുപ്രധാനമായ ചിഹ്നമാണ്. അതിന് മനുഷ്യ ചരിത്രത്തോളം തന്നെ പഴക്കമുള്ളതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത്
ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ച എന്ന് പറഞ്ഞാൽ മുത്തഫഖുൻ അലൈഹി ആയ ഒരു ഹദീസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ചുകൊണ്ട് മലക്കുകളോട് സലാം പറയാൻ ആവശ്യപ്പെടുന്നതായി ഒരു ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. ലമ്മ ഖലഖല്ലാഹു ആദം അലൈഹിസ്സലാം, അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ചിട്ട് ഖാല, ആദമിനോട് പറയുന്നുണ്ട്, ഇദ്ഹബ് ഫസല്ലിം അലാ ഉലൈക നഫരി മിനൽ മലായികത്തി ജുലൂസ്, ആ ഇരിക്കുന്ന മലക്കുകളോട് പോയി താങ്കൾ സലാം പറയണം. സലാം പറയുക മാത്രമല്ല, ഫസ്തമിഉ മാ യുഹയ്യൂനക, അവരുടെ പ്രത്യഭിവാദനം, അവർ പറയുന്ന പ്രത്യഭിവാദനം താങ്കൾ ശ്രവിക്കുകയും ചെയ്യുക. ഫഇന്നഹാ തഹിയ്യതുക, അതാണ് താങ്കൾക്ക് നാം നിശ്ചയിച്ചു തരുന്ന അഭിവാദന രീതി. താങ്കൾക്ക് മാത്രമല്ല, വതഹിയ്യതു ദുർരിയതിക, താങ്കളുടെ സന്തതി പരമ്പരകൾക്കും എന്റെ ഭാഗത്തുനിന്നുള്ള അഭിവാദന രീതി അതാണ്. ഫഖാല, അപ്പോൾ ആദം അലൈഹിസ്സലാം മലക്കുകളോട് പറയുന്നുണ്ട്, അസ്സലാമു അലൈക്കും. ഫഖാലു, മലക്കുകൾ പ്രത്യഭിവാദം ചെയ്തു, അസ്സലാമു അലൈക വറഹ്മത്തുള്ളാഹ്. മലക്കുകൾ ആദമിന് പ്രത്യഭിവാദം ചെയ്തതായി ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് നമുക്ക് കാണുവാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ ഈ സലാം എന്ന് പറയുന്ന അഭിവാദന രീതി അത് മനുഷ്യ ചരിത്രത്തോളം പഴക്കമുള്ളതാണ് എന്നും ആദം അലൈഹിസ്സലാമിനും ആദം അലൈഹിസ്സലാമിന്റെ സന്തതി പരമ്പരകൾക്കും പടച്ച റബ്ബ് തന്നെ നിശ്ചയിച്ചതാണെന്നുമാണ് ആ ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകാവസാനം വരെയുള്ള മനുഷ്യർക്ക് അഭിവാദ്യമായി നിശ്ചയിച്ചിട്ടുള്ളതാണ് സലാം എന്ന് നമ്മൾ പരിശുദ്ധ ഖുർആനിലുള്ളത് കണ്ണോടിച്ചു നോക്കിയാൽ പടച്ച റബ്ബ് അള്ളാഹു മലക്കുകളും ഒക്കെ പ്രവാചകന്മാർക്കും വിശ്വാസികൾക്കും ഒക്കെ സലാം അഭിവാദനമായിക്കൊണ്ട് സലാം ആശംസിക്കുന്നതായി വിശുദ്ധ ഖുർആനിൽ പലയിടത്തും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മഹാനായ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ വീട്ടിൽ അതിഥികളുടെ വേഷത്തിൽ മലക്കുകൾ വരുന്ന ഒരു രംഗം വിശുദ്ധ ഖുർആൻ സൂറത്ത് ഹൂദിലും സൂറ അദ്ദാരിയാത്തിലും വിവരിക്കുന്നുണ്ട്. അവർ കടന്നു വരുന്നത് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന് സലാം പറഞ്ഞുകൊണ്ടാണ്. വലഖദ് ജാഅത് റസൂലുനാ ഇബ്രാഹിമ ബിൽ ബുശ്റാ ഖാലു സലാമ, ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന് സന്തോഷ വാർത്ത അറിയിക്കുന്നതിന് വേണ്ടി മലക്കുകൾ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വന്നു. ഖാലു സലാമ, അവർ സലാം അഭിവാദ്യം ചെയ്തുകൊണ്ടാണ്. പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് അസ്സാഫാത്ത് എന്ന അധ്യായം നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ പടച്ച റബ്ബ് ഒരുപാട് പ്രവാചകന്മാർക്ക് സലാം ആശംസിക്കുന്നതായി ആ അധ്യായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അള്ളാഹുവിങ്കിൽ നിന്നുള്ള ഉത്തമമായ അനുഗ്രഹീതമായ അഭിവാദ്യമാണ് സലാം എന്നും, അതുകൊണ്ട് നിങ്ങൾ വീടുകളിലേക്ക് പ്രവേശിക്കുമ്പോൾ സലാം പറയണമെന്നുമുള്ള കൽപ്പന പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ നൂറിൽ അല്ലാഹു നൽകിയിട്ടുണ്ട്. ഫൈദാ ദഖൽതും ബുയൂതൻ ഫസല്ലിമു അലാ അൻഫുസികും തഹിയ്യത്തൻ മിൻ ഇൻദില്ലാഹ്. ഇക്കാര്യത്തിൽ അന്യഭവനമെന്നോ സ്വന്തം ഭവനമെന്നോ ഉള്ള വ്യത്യാസം കൂടിയില്ല എന്നാണ് പരിശുദ്ധ ഖുർആൻ നമ്മൾ മനസ്സിലാകുന്നത്. അത് അന്യ വീടുകളാണെങ്കിൽ, നമ്മുടേതല്ലാത്ത വീടുകളാണെങ്കിൽ വീട്ടുകാരോട് സലാം പറയുന്നതോടൊപ്പം അനുവാദം കൂടി ആരായണമെന്ന് വ്യത്യാസമേ ഉള്ളൂ. അതും സൂറത്തുൽ നൂറിൽ നമുക്ക് കാണാൻ സാധിക്കും. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ലാ തദ്ഖുലൂ ബുയൂതൻ ഗൈറ ബുയൂതിക്കും, നിങ്ങൾ നിങ്ങളുടേതല്ലാത്ത വീടുകളിലേക്ക് കടക്കരുത്. ഹത്താ തസ്തഅനിസു വതുസല്ലിമു അലാ അഹ്ലിഹാ, നിങ്ങളുടെ വീടുകളിലേക്ക് പ്രവേശിക്കുമ്പോൾ സലാം പറയണമെന്ന് നേരത്തെ പറയുന്നുണ്ട്. ഇപ്പോ നിങ്ങളുടേതല്ലാത്ത വീടുകളിലേക്ക് കടക്കരുത്, നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടല്ലാതെ ഹത്താ തസ്തഅനിസു വതുസല്ലിമു അലാ അഹ്ലിഹാ, അവരോട് അനുവാദം ചോദിച്ചുകൊണ്ടും അവർക്ക് സലാം പറഞ്ഞുകൊണ്ടുമല്ലാതെ നിങ്ങളുടേതല്ലാത്ത വീടുകളിലേക്ക് നിങ്ങൾ പ്രവേശിക്കരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. എന്ന് പറഞ്ഞാൽ സലാം ഇസ്ലാമിന്റെ സവിശേഷമായ ഒരു ചിഹ്നമായതുകൊണ്ട് സലാം പറയുന്നവരെ കുറിച്ച് നിങ്ങൾ വിശ്വാസികളല്ല, അല്ലെങ്കിൽ അവർ വിശ്വാസികളല്ല എന്ന് പറയുന്നത് പടച്ച റബ്ബ് നിരോധിച്ചിരിക്കുകയാണ് ഖുർആനിൽ. നമ്മളോടൊരാൾ സലാം പറയുകയാണെങ്കിൽ ആ സലാം പറയുന്ന വ്യക്തിയെ സംബന്ധിച്ച് നിങ്ങൾ വിശ്വാസിയല്ല എന്ന് പറയാൻ പാടില്ല എന്നാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ ദറബതും ഫീ സബീലില്ലാഹി ഫതബയ്യനു വലാ തഖൂലു ലിമൻ അൽഖാ ഇലൈക്കുമുസ് സലാമ ലസ്ത മുഅ്മിന തബ്തഗൂന അർദൽ ഹയാത്തിദ് ദുനിയ. എന്ന് പറഞ്ഞാൽ സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇറങ്ങി പുറപ്പെട്ടാൽ ഫതബയ്യനു, ശത്രുക്കളെയും മിത്രങ്ങളെയും ഒക്കെ നിങ്ങൾ വേർതിരിച്ച് മനസ്സിലാക്കണം. ഇനി ഒരുവൻ വലാ തഖൂലു ലിമൻ അൽഖാ ഇലൈക്കുമുസ് സലാമ, ഒരാൾ നിങ്ങളോട് സലാം പറയുകയാണെങ്കിൽ നിങ്ങൾ ലസ്ത മുഅ്മിന, നിങ്ങൾ ഒരിക്കലും അയാളെ സംബന്ധിച്ച് ലസ്ത മുഅ്മിനല്ല, വിശ്വാസിയല്ല എന്ന് നിങ്ങൾ വിധിക്കാൻ പാടില്ല. ഐഹിക നേട്ടം ഉദ്ദേശിച്ചുകൊണ്ട് തബ്തഗൂന അർദൽ ഹയാത്തിദ് ദുനിയ, ഐഹികമായ ദുനിയവിയായ എന്തെങ്കിലും നേട്ടം ആഗ്രഹിച്ചുകൊണ്ട് ആ വ്യക്തിയോട് നീ മുസ്ലിം അല്ല, നീ വിശ്വാസിയല്ല എന്ന് പറയാൻ പാടില്ല എന്നാണ്. ഇനി ആരെങ്കിലും നിങ്ങളോട് അഭിവാദ്യം ചെയ്താൽ തിരിച്ചു പ്രത്യഭിവാദം ചെയ്യുവാൻ ശക്തമായി ഖുർആൻ ആഹ്വാനം ചെയ്യുകയാണ്.
ഒരാൾ നമ്മോട് ഇങ്ങോട്ട് സലാം പറഞ്ഞാൽ സലാം പറയൽ സുന്നത്തും മടക്കൽ നിർബന്ധവുമാണ് എന്ന് ഈ ആയത്തിന്റെ ഒക്കെ വെളിച്ചത്തിൽ ഫുഖഹാക്കൾ പറയുന്നുണ്ട്. വൈദാ ഹുയ്യിതും ബിതഹിയ്യത്തിൻ ഫഹയ്യൂ ബിഅഹ്സന മിൻഹാ ഔ റുദ്ദൂഹാ. നിങ്ങളോട് ആരെങ്കിലും അഭിവാദനമായി കൊണ്ട് സലാം പറഞ്ഞാൽ ഫഹയ്യൂ ബിഅഹ്സന മിൻഹാ എന്നാണ്. ഇങ്ങോട്ട് പറഞ്ഞതിനേക്കാളും കുറച്ചുകൂടി ഉത്തമമായ രീതിയിൽ, കുറെ കൂടി ഉചിതമായ രീതിയിൽ അങ്ങോട്ട് മടക്കണമെന്നാണ്, കുറച്ച് അധികം കൊടുക്കണം എന്നാണ്. അതുകൊണ്ട് അസ്സലാമു അലൈക്കും ഇങ്ങോട്ട് പറയുമ്പോൾ വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ് അല്ലെങ്കിൽ വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു, അങ്ങനെ ഇങ്ങോട്ട് നൽകിയതിനേക്കാളും അങ്ങോട്ട് കൂടുതൽ കൊടുക്കാനുള്ള ഏറ്റവും ചുരുങ്ങിയത് റുദ്ദൂഹ, മിനിമം അത് മടക്കുകയെങ്കിലും ചെയ്യുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളെ വിളിച്ചുകൊണ്ട് പറയുകയാണ്. അപ്പോ സത്യവിശ്വാസി സമൂഹത്തിൽ സലാമിനുള്ള സ്ഥാനവും പ്രാധാന്യവും വിശദീകരിക്കുന്ന ഇത്തരം ആയത്തുകളുടെ വിശദീകരണമായി കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും ധാരാളം ഹദീസുകളിൽ ഇതിന്റെ പ്രാധാന്യം പഠിപ്പിച്ചതായി നമുക്ക് കാണുവാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ സലാം ചൊല്ലുക, സലാം മടക്കുക എന്നത് ഒരു കേവലമായ സുന്നത്തായിട്ടല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെയൊക്കെ ചിലപ്പോൾ നമ്മൾ ധരിക്കാറുണ്ട്. സലാം പറയാൻ കേവലമായ ഒരു വിശ്വാസിയെ കാണുമ്പോൾ സലാം പറയാതിരിക്കാം, രണ്ടിനും ഓപ്ഷനുള്ള. യഥാർത്ഥത്തിൽ കുറെ കൂടി ഗൗരവത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സലാമിനെ കുറിച്ച് നമ്മൾ പഠിപ്പിക്കുന്നത്. തിരുവചനങ്ങളിൽ നമ്മൾ മനസ്സിലാക്കുന്നത് വിശ്വാസികളുടെ പരസ്പര ബാധ്യതയാണ് എന്നാണ്. വിശ്വാസികളുടെ പരസ്പര ബാധ്യതയാണ് എന്നാണ്. അബൂ ഹുറൈറ റിപ്പോർട്ട് ചെയ്ത ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഒരു ഹദീസ് നമുക്ക് കാണുവാൻ സാധിക്കും. ഹഖുൽ മുസ്ലിമി അലൽ മുസ്ലിമി സിത്തുൻ. വിശ്വാസിക്ക് മറ്റു വിശ്വാസിയോടുള്ള ബാധ്യതകൾ 6 എണ്ണമാണ്. 6 ബാധ്യതകളെ സംബന്ധിച്ചു അതിൽ ഒന്നാമതായി എണ്ണുന്നത് ഇദാ ലഖീതുഹു ഫസല്ലിം അലൈഹി, ഇദാ ലഖീതുഹു ഫസല്ലിം അലൈഹി. അവനെ കണ്ടുമുട്ടിയാൽ അവനോട് സലാം പറയുക. ഒരു വിശ്വാസിക്ക് മറ്റു വിശ്വാസികളോടുള്ള 6 ബാധ്യതകളെ എണ്ണിപ്പറഞ്ഞെടുത്ത് ഒന്നാമതായി റസൂലുള്ളാഹി പഠിപ്പിക്കുന്നതാണ്. ഇനി ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ച മറ്റൊരു ഹദീസിൽ ഹഖുൽ മുസ്ലിമി അലൽ മുസ്ലിമി ഖംസുൻ, മറ്റൊരു ഹദീസിൽ 5 ബാധ്യതകളെ കുറിച്ച്, മുസ്ലിമിനോട് വിശ്വാസികൾക്കുള്ള പരസ്പരമുള്ള 5 ബാധ്യതകളെ കുറിച്ച് പറയുന്നിടത്തും ഒന്നാമതായി റസൂലുള്ളാഹി എണ്ണി പറഞ്ഞത് റദ്ദുസ്സലാം, സലാം മടക്കുക എന്നതാണ്. ആദ്യം പറഞ്ഞെടുത്ത് സലാം ചെല്ലുക, സലാം പറയുക എന്നതാണെങ്കിൽ രണ്ടാമത്തേത് ബാധ്യതയായി പറയുന്നത് സലാം മടക്കലാണ്. അത് രണ്ടും പരസ്പര ബാധ്യതയാണ്. അതുകൊണ്ട് ഒരു മുസ്ലിം സഹോദരനെ കണ്ടുമുട്ടിയാൽ സലാം പറയാത്തവനാണെങ്കിൽ, അതല്ലെങ്കിൽ ചൊല്ലിയാൽ മടക്കാത്തവനാണെങ്കിൽ ഇസ്ലാമിക സാഹോദര്യത്തിന്റെ ബാധ്യതകൾ നിർവഹിക്കുന്നതിൽ അവർ വീഴ്ച വരുത്തി എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു കൽപ്പനയെ അവർ മാനിച്ചില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പരിചിതർക്ക് മാത്രമല്ല നമ്മൾ മനസ്സിലാക്കണം, ഇസ്ലാം എത്രത്തോളം ഇതിന്റെ പ്രാധാന്യം ഊന്നി പറയുന്നത് ചോദിച്ചാൽ പരിചിതരോട് മാത്രമല്ല അപരിചിതർക്ക് പോലും സലാം പറയാനാണ് ദീനുൽ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. ഇസ്ലാമിൽ ഉത്തമമായ കാര്യങ്ങൾ ഏതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്. ഏറ്റവും ശ്രേഷ്ഠമായ കാര്യങ്ങൾ പ്രവാചകരെ എനിക്ക് പഠിപ്പിച്ചു തരണമെന്ന് പറയുമ്പോൾ റസൂലുള്ളാഹി പഠിപ്പിച്ചു കൊടുക്കുന്നത് തുത്തഇമു ത്വആം, അന്നം നൽകുക, ഭക്ഷണം നൽകുക, ആഹാരം കൊടുക്കുക, വളരെ ശ്രേഷ്ഠകരമായ കാര്യമായിട്ട് പറയുകയാണ്. രണ്ടാമതായി റസൂലുള്ളാഹി പറഞ്ഞപ്പോൾ തഖറഉ സലാം, നിങ്ങൾ സലാം പറയുക, അലാമൻ അറഫ്ത വമല്ലം തഅരിഫ്, അറിയുന്നവർക്കും അറിയാത്തവർക്കും പരിചയമുള്ളവർക്കും പരിചയമില്ലാത്തവരോടും നിങ്ങൾ സലാം പറയുക. ദീനിൽ ഏറ്റവും ശ്രേഷ്ഠകരമായ കർമ്മങ്ങൾ എന്താണ് പ്രവാചകനെ എന്ന് ചോദിക്കുമ്പോൾ പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. ഇത് ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ച ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ ആദ്യമായി ചെയ്ത ആ പ്രസംഗത്തിൽ അവിടുത്തെ മുഹാജിറുകളെയും അൻസാറുകളെയും ഒക്കെ അഭിസംബോധന ചെയ്തുകൊണ്ട് അവരോട് ആവശ്യപ്പെട്ട 4 കാര്യങ്ങളിൽ ആദ്യമായി റസൂലുള്ളാഹി മദീനയിലേക്ക് എത്തിയിട്ട് മുഹാജിറുകളെയും അൻസാറുകളെയും ഒക്കെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള സംസാരത്തിൽ അവരോട് ആവശ്യപ്പെട്ട 4 കാര്യങ്ങളിൽ ഒന്ന് നിങ്ങൾ സലാം പരത്തുക എന്നതായിരുന്നു. സലാം പരത്തുക, സലാം പറയുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സലാമിനെ സംബന്ധിച്ചിടത്തോളം സത്യവിശ്വാസികളുടെ ദുനിയാവുമായി ബന്ധപ്പെട്ട് മാത്രമല്ല പരലോകത്ത് സ്വർഗവുമായി കൂടി ബന്ധിപ്പിച്ച ഹദീസുകളും കൂടി നമുക്ക് കാണുവാൻ സാധിക്കും. റസൂലുള്ളാഹി ഒരിക്കൽ പറയുകയുണ്ടായി, ലാ തദ്ഖുലുൽ ജന്നത ഹത്താ തുഅ്മിനു, നിങ്ങൾ മുഅ്മിനുകളാകാതെ നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. വളരെ എല്ലാവരും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. മുഅ്മിനുകളാകാതെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയില്ല. അതിന്റെ തുടർച്ചയിൽ റസൂലുള്ളാഹി പറയുകയാണ്, വലാ തുഅ്മിനു ഹത്താ തഹാബു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നത് വരെ നിങ്ങൾക്ക് മുഅ്മിനുകളാകാൻ കഴിയില്ല. നിങ്ങൾ മുഅ്മിനുകളാണെങ്കിൽ വിശ്വാസികൾക്കിടയിൽ ഉണ്ടായിത്തീരേണ്ട സ്നേഹബന്ധത്തെ കുറിച്ചാണ് പറയുന്നത്. പരസ്പര സ്നേഹബന്ധത്തെ കുറിച്ച് നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നത് വരെ നിങ്ങൾ മുഅ്മിനുകളാവുകയില്ല. എന്നിട്ട് റസൂലുള്ളാഹി ചോദിക്കുന്നുണ്ട്, അവല അദുല്ലുക്കും അലാ ഷൈഇൻ ഇദാ ഫഅൽതുമൂഹു തഹാബബതും, നിങ്ങൾക്ക് ഞാൻ അറിയിച്ചു തരട്ടെയോ,
നിങ്ങൾക്കിടയിൽ സ്നേഹം ഉരുവം കൊള്ളാൻ, നിങ്ങൾ പരസ്പരം സ്നേഹത്തിന്റെ ബന്ധത്തിൽ നിങ്ങൾ കൂട്ടിയിണക്കാൻ നിങ്ങൾക്ക് സഹായകമാകുന്ന, അത് നിങ്ങൾ പ്രവൃത്തിപരത്തിൽ കൊണ്ടുവന്നാൽ തഹാബത്തും നിങ്ങൾക്കിടയിൽ സ്നേഹമുണ്ടായിത്തീരും. ഒരു കർമ്മത്തെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ എന്ന് ചോദിച്ചിട്ട് റസൂലുള്ളാഹി പറയാണ്, അഫ്ശു സലാമ ബൈനക്കും, നിങ്ങൾ നിങ്ങൾക്കിടയിൽ സലാമിനെ പ്രചരിപ്പിക്കുക, സലാമിനെ വ്യാപിപ്പിക്കുക. പ്രിയമുള്ളവരെ, ഈ ആഹ്വാനത്തെ സഹാബി വര്യന്മാർ വളരെ പ്രാധാന്യപൂർവ്വം പരിഗണിച്ചത് നമുക്ക് കാണുവാൻ സാധിക്കും. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെയൊക്കെ നമ്മൾ കാണുന്നത് മുസ്ലിങ്ങൾക്ക് സലാം പറയുന്നതിന് വേണ്ടി മാത്രം അദ്ദേഹം അങ്ങാടിയിൽ ഇറങ്ങി നടക്കാറുണ്ടായിരുന്നു എന്നാണ്. അബ്ദുല്ലാഹി ഉമർ റളിയല്ലാഹു അൻഹു ഈ ഹദീസിനെ പ്രയോഗവൽക്കരിക്കുന്നതിൽ അവർ കാണിച്ചിരുന്ന ആ ഒരു താല്പര്യമാണ് നമുക്ക് മനസ്സിലാകുന്നത്. കണ്ടുമുട്ടുന്നവർക്ക് സലാം പറയുന്നത് പോലെ തന്നെ പുണ്യകരമായ മറ്റൊന്നാണ് സലാം സന്നിഹിതരല്ലാത്തവർക്ക് സലാം പറഞ്ഞയക്കൽ. നമുക്ക് പ്രിയപ്പെട്ടവർക്ക് സലാം മറ്റുള്ളവരോട് പറഞ്ഞയക്കുക എന്നതും പ്രാധാന്യപൂർവ്വം പരിഗണിക്കേണ്ടതാണ്. ആയിഷ റളിയല്ലാഹു അൻഹയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറയുന്നുണ്ട്, ആയിഷ, ഇതാ ജിബ്രീൽ നിനക്ക് സലാം പറഞ്ഞിരിക്കുന്നു. ജിബ്രീൽ റസൂലുള്ളാഹിക്ക് മാത്രമല്ല ആയിഷ നിനക്കും കൂടി ജിബ്രീൽ സലാം പറയുന്നു. അപ്പൊ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, അസ്സലാമു അലൈക വ അലൈഹിസ്സലാമു വ റഹ്മത്തുള്ളാഹി വ ബറകാതുഹു, താങ്കൾക്കും അല്ലാഹുവിന്റെ രക്ഷയുണ്ടാകട്ടെ, അദ്ദേഹത്തിനും ജിബ്രീലിനും അല്ലാഹുവിന്റെ രക്ഷയും ബർക്കത്തും അനുഗ്രഹവും ജിബ്രീലിനും ഉണ്ടാകട്ടെ. ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസ് നമ്മൾ കാണുകയാണ്. ഇതുപോലെ തന്നെ സലാം പറയുന്നതും മടക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരുപാട് മര്യാദകൾ, അതിന്റെ വ്യത്യസ്തങ്ങളായ രീതികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മൾ നിസ്സാരമെന്ന് കരുതുന്ന കാര്യത്തിൽ പോലും എത്ര വിശദമായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനൊക്കെ പഠിപ്പിച്ചിട്ടുള്ളത്. നടന്നു പോകുന്നവർ, ഇരിക്കുന്നവർക്കാണ് സലാം പറയേണ്ടത്. വാഹനത്തിൽ പോകുന്നവർ, കാൽനട യാത്രക്കാർക്ക് സലാം പറയണം. ചെറിയ സംഘം വലിയ സംഘത്തിന് സലാം പറയണം. കുട്ടികൾ മുതിർന്നവരോട് സലാം പറയണം. അല്ലെ, യുസല്ലിമു റാകിബു അലൽ മാഷി വൽ മാഷി അലൽ ഖാഇദി വൽ ഖലീലി അലൽ കസീർ. വാഹനത്തിൽ പോകുന്നവർ നടന്നു പോകുന്നവരോടും, അതുപോലെ തന്നെ നടക്കുന്നവർ ഇരിക്കുന്നവരോടും, അതുപോലെ തന്നെ ചെറിയ സംഘം വലിയ സംഘത്തോടും. ഇനി ഒരേ പദവിയിലുള്ള രണ്ടുപേര് കണ്ടുമുട്ടിയാലോ അവരിൽ ആർക്കും സലാം തുടങ്ങാമെന്നാണ്. പക്ഷെ അതിൽ ഉത്തമൻ ആദ്യം സലാം പറയുന്നവനാണ്. നമ്മൾ സഹപ്രവർത്തകരെ, സഹോദരങ്ങളെ, നമ്മുടെ പരിചിതരെ, നമ്മുടെമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ കണ്ടുമുട്ടുമ്പോ ആരാണോ ആദ്യം സലാം പറയുന്നത് അവർക്കാണ് കൂടുതൽ പ്രതിഫലം. അല്ലെ, ഇന്ന ഔലന്നാസി ബില്ലാ, പടച്ചവനോട് ഏറ്റവും അടുത്തവൻ മൻ ബദഅഹും ബിസ്സലാം, സലാം കൊണ്ട് ആരംഭിക്കുന്നവനാണ്. സലാം പറയാൻ താല്പര്യമെടുക്കുന്നവനാണെങ്കിൽ ആദ്യം സലാം പറയുന്നവനാണ് പടച്ചവനോട് ഏറ്റവും അടുത്തവൻ എന്ന്. ഇനി രണ്ടുപേർ കണ്ടുമുട്ടി സലാം ചൊല്ലി ശേഷം അല്പസമയത്തേക്ക് അവർക്കിടയിൽ ഒരു ചെറിയ വിടവ്, ഒരു വേർപാടുണ്ടാവുകയും വീണ്ടും അവർ കണ്ടുമുട്ടിയാൽ വീണ്ടും സലാം പറയണമെന്നാണ്. ഇദാ ലഖിയ അഹദുക്കും അഖാ ഫൽയുസല്ലിം അലൈഹി, നിങ്ങൾ നിങ്ങളുടെ സഹോദരങ്ങളെ കണ്ടുമുട്ടിയാൽ, വിശ്വാസവുമായി ബന്ധപ്പെട്ട വിശ്വാസി സഹോദരങ്ങളെ കണ്ടുമുട്ടിയാൽ നിങ്ങൾ എന്ത് പറയണം? സലാം പറയണം. ഫഇൻ ഹാലത്ത് ബൈനഹുമാ ഷജറത്തുൻ ഔ ജിദാറുൻ ഔ ഹജറുൻ തുമ്മ ലഖിയഹു ഫൽയുസല്ലിം അലൈഹി, നിങ്ങൾക്കിടയിൽ ഒരു മതിലിന്റെ ഗ്യാപ്പ് ഉണ്ടായി, അതല്ലെങ്കിൽ ഒരു ജിദാർ അല്ലെങ്കിൽ ഒരു ഷജറ, ഒരു വലിയ മരത്തിന്റെ വിടവ് നിങ്ങൾക്കിടയിൽ ഉണ്ടായി, അതല്ലെങ്കിൽ ഒരു പാറയുടെ വിടവ് നിങ്ങൾക്കുണ്ടായി, വീണ്ടും നിങ്ങൾ കണ്ടുമുട്ടിയാൽ വീണ്ടും സലാം പറയാമെന്നാണ്. അതുപോലെ അത്രയും സലാമിന്റെ പ്രാധാന്യമാണ്. ഇനി ഒരു സ്ഥലത്തേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ അവിടെ ഉറങ്ങുന്നവരുണ്ട്, ഉണർന്നിരിക്കുന്നവരുണ്ടെങ്കിലോ അവിടെ ഉണർന്നിരിക്കുന്നവർ കേൾക്കുന്ന വിധത്തിലും ഉറങ്ങുന്നവരെ ഉണർത്താത്ത വിധത്തിലുമായിരിക്കണം സലാം പറയേണ്ടത് എന്ന്. ഇങ്ങനെ നിസ്സാരമെന്ന് നമുക്ക് തോന്നുന്ന കാര്യങ്ങളെ കുറിച്ച് പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ വിശദീകരണം നൽകിയതായി നമുക്ക് കാണുവാൻ സാധിക്കും. ഞാൻ മനസ്സിലാക്കേണ്ട, സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം സലാം എന്ന് പറയുന്നത് കേവലം ഐഹിക ജീവിതത്തിൽ അതിന്റെ നന്മകൾ മാത്രമല്ല, മരണവേളയിലും മരണാനന്തര ജീവിതത്തിലും സ്വർഗപ്രവേശനത്തെ സമയത്തുമൊക്കെ എന്നല്ല, സ്വർഗീയ ജീവിതത്തിലുമൊക്കെ സത്യവിശ്വാസികളുടെ അഭിവാദ്യവാക്യമാണ് സലാം എന്ന് വിശുദ്ധ ഖുർആൻ എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണുവാൻ സാധിക്കും. മരണസമയത്ത് അല്ലെ, സത്യവിശ്വാസികളുടെ റൂഹിനെ പിടിക്കാൻ വേണ്ടി മലക്കുകൾ വരുന്നത് സലാം പറഞ്ഞുകൊണ്ടാണെന്ന്. അല്ലെ, അല്ലദീന തതവഫാഹുമുൽ മലായികത്തു ത്വയ്യിബീന യഖൂലൂന സലാമുൻ അലൈക്കും. ജീവിതത്തിൽ സലാം ഒരു സംസ്കാരമായി കൊണ്ടുവരുന്ന നടന്ന വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ജീവിതത്തിൽ സലാമിനെ സ്വന്തം സംസ്കാരമായി അഭിമാനത്തോടു കൂടി കൊണ്ടു നടന്ന സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആത്മാവിനെ പിടിക്കാൻ വേണ്ടി മലക്കുകൾ വരുമ്പോ യഖൂലൂന സലാമുൻ അലൈക്കും, ആ വിശിഷ്ടമായ അവസ്ഥയിൽ അവരുടെ ആത്മാവുകളെ പിടിക്കാൻ വേണ്ടി വരുന്ന മലക്കുകൾ അവരോട് സലാം ആശംസിക്കുമെന്ന്. ഇനി സ്വർഗത്തിലേക്ക് നമ്മൾ ചെല്ലുമ്പോഴോ, സ്വർഗത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ വൽ മലായികത്തു യദൂലൂന അലൈഹിം മിൻ കുല്ലി ബാബ് സലാമുൻ അലൈക്കും ബിമാ സബർതും ഫനിഅമ ഉഖ്ബദ്ദാർ. സ്വർഗത്തിന്റെ എല്ലാ വാതിലുകളിൽ നിന്നും നാനാ ഭാഗത്തു നിന്നും
മലക്കുകൾ നമ്മളിലേക്ക് കടന്നു വരികയും നിങ്ങൾക്ക് സലാം, അള്ളാഹുവിന്റെ സലാം എന്ന് ആശംസിക്കുകയും ചെയ്യുമെന്ന്. അള്ളാഹുവിന്റെ ഔദാര്യത്തോടു കൂടി ശാശ്വതമായി ആ സ്വർഗത്തിൽ അവർ വസിക്കും. അവരുടെ അഭിവാദനം, പരസ്പരമുള്ള അഭിവാദനം സലാം ഫീഹാ സലാം, പരസ്പരമുള്ള അഭിവാദനം സ്വർഗീയ ജീവിതത്തിലും സലാം തന്നെയായിരിക്കുമെന്ന്. ഫീഹാ സുബ്ഹാനക അല്ലാഹുമ്മ വതഹിയ്യതുഹും ഫീഹാ സലാം. സ്വർഗത്തിൽ പോലും സത്യവിശ്വാസികളുടെ അഭിമാനങ്ങളെ കുറിച്ച് പരിചയപ്പെടുത്തുക. ഞാൻ പറഞ്ഞു വരുന്നത് ഐഹിക ജീവിതത്തിലും പാരത്രിക ജീവിതത്തിലും ഒക്കെ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അഭിവാദ്യമായി നിശ്ചയിച്ചിരുന്ന സലാം, അതിന്റെ ഒരു ചൈതന്യത്തോടു കൂടി തന്നെ നമ്മൾ ഉൾക്കൊള്ളണം എന്നുള്ളതാണ്. സഹോദരന് വേണ്ടി നമ്മൾ സലാം പറയുമ്പോൾ യഥാർത്ഥത്തിൽ ആ സഹോദരന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. പക്ഷെ നമ്മുടെ ഒരു മനസ്സ് ആ ഒരു പ്രാർത്ഥന മനസ്സോടുകൂടി അല്ല പലപ്പോഴും നമ്മൾ സംഭവിക്കുന്നത്. സാധാരണമായി നമ്മുടെ ഒരു പതിവ് രീതിയുടെ ഒരു ആവർത്തനമായി സംഭവിക്കുന്നതാണ്. യഥാർത്ഥത്തിൽ തന്റെ സഹോദരന് വേണ്ടി നമ്മൾ നടത്തുന്ന ഒരു പ്രാർത്ഥനയാണെന്ന ഒരു ബോധം, അദ്ദേഹത്തോടുള്ള ഒരു സ്നേഹത്തിന്റെയും ഗുണകാംക്ഷയുടെയും ഒക്കെ ഒരു വികാരങ്ങൾ നമ്മുടെ മനസ്സിന് അനുഭവപ്പെടുകയും ചെയ്യുമ്പോഴാണ് സലാം കൊണ്ടുള്ള ഫലങ്ങളും പ്രതിഫലങ്ങളും നമുക്ക് പൂർണ്ണമായും നേടിയെടുക്കാൻ കഴിയുക എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ വളർന്നു വരുന്ന തലമുറയിൽ, നമ്മുടെ വീടുകളിൽ വളർന്നു വരുന്ന മക്കളിലും ഈ സലാം പറയുന്ന ശീലം നമ്മൾ വളർത്തിയെടുക്കണം. അതൊരു കൾച്ചറാണ്, ഇസ്ലാമിന്റെ ഒരു കൾച്ചറാണ്. പലപ്പോഴും പാശ്ചാത്യ സംസ്കാരത്തിന്റെ സ്വാധീനം വർദ്ധിച്ചു വരികയും എന്തിനും ഏതിനും അവരെ അന്ധമായി അനുകരിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത സമൂഹത്തിൽ പ്രചരിക്കുന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇസ്ലാമിക സംസ്കാരത്തെ നമ്മുടെ തലമുറകളിൽ വളർത്തിയെടുക്കുവാനുള്ള ശ്രമങ്ങൾ നമ്മുടെ വീടുകളിൽ തന്നെ നമ്മൾ ആരംഭിക്കണം. പലപ്പോഴും കുടുംബാംഗങ്ങൾക്കിടയിൽ സലാം പറയുന്നത് പലപ്പോഴും നമുക്ക് കാണാൻ കഴിയാറില്ല. യഥാർത്ഥത്തിൽ ഈ സലാം ഏറ്റവും കൂടുതൽ പ്രചരിക്കേണ്ടത് നമ്മുടെ വീട്ടുകാർക്കിടയിലാണല്ലോ, കുടുംബത്തിനിടയിലാണല്ലോ. കാരണം നമുക്ക് ഏറ്റവും കൂടുതൽ അടുപ്പമുള്ളവർക്ക്, നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവർക്കാണല്ലോ നമ്മൾ ഏറ്റവും കൂടുതൽ അവർക്ക് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. സലാം ഒരു പ്രാർത്ഥന കൂടി ആയതുകൊണ്ട്, അള്ളാഹുവിന്റെ രക്ഷ, സമാധാനം നിങ്ങളിൽ ഉണ്ടാകട്ടെ എന്നൊരു പ്രാർത്ഥന കൂടി ആയതുകൊണ്ട് വീടുകളിലേക്ക് പ്രവേശിക്കുമ്പോൾ സലാം പറഞ്ഞുകൊണ്ട് പ്രവേശിക്കുന്ന ഒരു അന്തരീക്ഷം, വീട്ടിൽ നിന്നും പുറത്തു പോകുമ്പോൾ വീട്ടുകാരോട് സലാം പറഞ്ഞു പോകുന്ന ഒരു അന്തരീക്ഷം, മക്കൾ മാതാപിതാക്കളോടും മാതാപിതാക്കൾ മക്കളോടും സലാം പറഞ്ഞുകൊണ്ട് സംസാരം ആരംഭിക്കുന്ന ഒരു അന്തരീക്ഷം അല്ലെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനസ് റളിയല്ലാഹു അൻഹുവിനോട് ഒരിക്കൽ പറയുന്നത്, യാ ബുനയ്യ, പ്രിയപ്പെട്ട മോനെ, ഇദാ ദഖൽത അലാ അഹ്ലിക ഫസല്ലിം, മോനെ നീ നിന്റെ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോ, കുട്ടി നീ നിന്റെ വീട്ടുകാരുടെ അടുത്തേക്ക് പ്രവേശിക്കുമ്പോ ഫസല്ലിം അലൈഹി, നീ അവരോട് സലാം പറയണം. തകുൻ ബറകത്തുൻ അലൈക് വഅലാ അഹ്ലി ബൈതിക്, അത് നിനക്ക് അള്ളാഹുവിന്റെ ബർക്കത്ത് ലഭിക്കാനും നിന്റെ വീട്ടുകാർക്ക് അള്ളാഹുവിന്റെ ബർക്കത്ത് ലഭിക്കാനും അത് കാരണമായി തീരും. അപ്പൊ നമുക്ക് നമ്മുടെ വീടിനും വീട്ടുകാർക്കും ഒക്കെ അള്ളാഹുവിന്റെ ബർക്കത്ത് ലഭിക്കാനുള്ള ഒരു വഴിയായിട്ട് കൂടിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സലാമിനെ കുറിച്ച് പഠിപ്പിച്ചു തരുന്നത്. നമ്മൾ നിസ്സാരമെന്ന് കരുതുന്ന പല സംഗതികളും ദീനുൽ ഇസ്ലാം എത്ര പ്രാധാന്യത്തോടു കൂടിയാണ്, സത്യവിശ്വാസികൾക്ക് എത്രമാത്രം പ്രതിഫലാർഹമായ കർമ്മമായിട്ടാണ് ദീനുൽ ഇസ്ലാം പഠിപ്പിച്ചു തന്നത് എന്നത് ഈ ആയത്തുകളുടെയും ഹദീസിന്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിക സമൂഹത്തിലെ അംഗങ്ങളെന്ന നിലക്ക് അതിന്റെ സംസ്കാരത്തെയും അതിന്റെ ആദർശത്തെയും ആശയങ്ങളെയും ഒക്കെ അതിന്റെ ഗൗരവത്തോടും പ്രാധാന്യത്തോടും മനസ്സിലാക്കാനും നമ്മുടേതായ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാനും അതിന്റെ നന്മകൾ നമ്മിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ തലമുറകളിലും വളർത്തിയെടുക്കുവാനുമുള്ള അവസരം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും.